ഗിയറൊക്കെ കൊള്ളാല്ലാന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചൊരു തട്ട് കെട്ടി. ഓക്കെ, സന്തോഷമുണ്ട്. റംസാൻ അതന്നെ. നമുക്ക് ഈ കെട്ടിന്ന് മീനൊക്കെ പിടിക്കാടാ. മീനുകളൊക്കെ ഓടിച്ചാടി കിടക്കുന്നുണ്ടാവും. ഇത് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാം. നമുക്ക് എയർപോർട്ടിൽ എത്തിയിടാ. ഈ റോഡിലാണ് ഞാൻ വന്ന് നിന്നേ ചേട്ടാ. എയർപോർട്ടിൽ ട്രിപ്പ് വരുമ്പേ ഈ പാർക്കിംഗ് എല്ലാ വണ്ടികളും പുറത്താക്കണേണ്ടാ. ഞാനും മാറ്റിയിട്ടേക്കട്ടെ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ശനിയാഴ്ച ആയിട്ട് 8:46 ഞാൻ ഇറങ്ങിയിരിക്കണേ രാവിലെ തന്നെ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാം. ഊബറും യാത്രയും എല്ലാം ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ചാർജ് ഇല്ല ഫോണിൽ. രാത്രി കിടന്നപ്പോൾ കുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആനവാതിലിൻ്റെ ഫ്രണ്ടിലാണ്ടാ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയിട്ട് എങ്ങനെയാണ് ഓട്ടോ ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാടാ. അപ്പോൾ മച്ചാമാരെ, കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാമാർക്കും നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് മട്ടാഞ്ചേരി വരെ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അത് പേഴ്സണൽ ഓട്ടോ ആയിരുന്നു. അതുകൊണ്ട് മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഞാൻ ഇന്ന് തുടങ്ങണേട്ടാ. ഇന്ന് ശനിയാഴ്ച ആയിട്ട് റോട്ടിലൊന്നും ആരും ഇല്ല കേട്ടോ. ചെറിയൊരു മഴ വന്നിട്ട് ഇപ്പോൾ പോയായിരുന്നു. ഇപ്പം ഞാൻ ആനവാതിലിൻ്റെ അവിടെ നിൽക്കണത് പാലസ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് നിൽക്കണേട്ടാ. ബസ് സ്റ്റാൻഡിലാണ് നിൽക്കണത്. ഞാൻ കുറച്ച് മാറ്റി ആ മൂലക്ക് ആ മരത്തിൻ്റെ അടിയിലായിട്ട് നമുക്ക് കൊണ്ട് ഇടാട്ടോ വണ്ടി. ഓലയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം നല്ല അടിപൊളി ഓട്ടോണ് കിട്ടിയേട്ടാ. എന്തായാലും ഓലയിൽ നമുക്ക് ഓണാക്കി ഇട്ടേക്കാം. ഓലയിൽ പേയ്മെൻറ്റ് എന്തോ ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കൊടുത്തേക്കട്ടെ. 314 രൂപ കൊടുക്കാണ്ട് അതങ്ങോട്ട് കൊടുത്തേക്കട്ടെ കൈസ്. ഒരു മിനിറ്റ്. ഓലയിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 150 രൂപ ഇതിലും കൊടുക്കാനുണ്ട്. പെട്ട് അപ്പോൾ ഇന്ന് പൈസ മൊത്തം അങ്ങോട്ട് പോണേളാ. ഊബറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും മേടിക്കാത്ത ഓരോരോ ആപ്പാണ് നമ്മുടെ യാത്രി. അത് ആരും യൂസ് ചെയ്യണല്ലടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ആപ്പാണ്. ശരിക്കും കസ്റ്റമറിനായാലും ഡ്രൈവേഴ്സിനായാലും. ഇപ്പോൾ ഈ ഊബർ മേടിക്കണ പോലെയും ഓല മേടിക്കണ പോലെയൊക്കെ നല്ല റേറ്റൊന്നും ഈ യാത്രയിൽ മേടിക്കില്ല. ഈ യാത്രയൊക്കെ എന്താണ് ആൾക്കാർ യൂസ് ചെയ്യാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും യാത്രി എല്ലാ ഡ്രൈവർമാരുടെ അടുത്തും യാത്രി ആപ്പൊക്കെ അവൈലബിൾ ആണ്. എവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്താലും നമുക്ക് സ്പോട്ടിൽ വണ്ടി ഉണ്ടാവും. പക്ഷേ ഇത് ആൾക്കാരെ അറിയണില്ല സംഭവം. അപ്പം മാക്സിമം നിങ്ങൾ യാത്രയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഊബറിൻ്റെ യാത്രയുടെയൊക്കെ ഫെയർ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് പൈസ നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. അപ്പോൾ ഈ ടാക്സി ക്യാബ്സൊക്കെ വിളിക്കാൻ നേരത്ത് നിങ്ങൾക്കും ഇത്തിരി എന്തെങ്കിലുമൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്രി യൂസ് ചെയ്യും. യാത്രയിൽ പക്ഷേ ആരും യൂസ് ചെയ്യണില്ല. അടിയൊന്നും വന്നില്ല യാത്രയിൽ. നല്ലൊരു ആപ്പാണ് യാത്രി. പക്ഷേ അടി വന്നില്ല. ബുദ്ധിയുള്ളവർ കുറച്ച് പേര് മാത്രമാണ് യാത്ര ഉപയോഗിക്കുന്നത്. അത് ആണ്ടിലും കൊല്ലത്തിൽ വന്നു. ഇതാ സംഭവം. ഇതെല്ലാവരും യൂസ് ചെയ്യാൻ പാടില്ലേ. നിസ്സാര റേറ്റിൽ നിങ്ങൾക്ക് ഡ്രോപ്പൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആപ്പാണ് യാത്രി. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ ഗൈസ്. പിന്നെ ഈ വീഡിയോ ഡ്രൈവർമാരാരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, ഈ ഓൺലൈൻ ഡ്രൈവേഴ്സ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കിട്ട. ഏത് ആപ്പാണ് കസ്റ്റമർ ഫ്രണ്ട്ലിയും ഡ്രൈവേഴ്സിനും ഇഷ്ടമുള്ളൊരു ആപ്പ് ഏതാണെന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് അടിക്കുക. ഞാനൊരു പുതിയ തുടക്കക്കാരനാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് അടിക്കിട്ട. ഏത് ആപ്പാണ് ബെസ്റ്റ് എന്ന്. ശരിക്കും നമ്മൾ ഊബറിൽ കയറുമ്പോൾ UR ഓൺലൈനിൽ നിന്ന് മാത്രം കാണിക്കണ അത് സംഭവം സീനാണ്. ശരിക്കും മാക്സിമം അത് ഫൈൻഡിങ് ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരണം. എന്നാലേ ശരിക്കും ഓൺലൈനിൽ വരുള്ളൂ എന്നാണ് കുറേ പേര് പറഞ്ഞത്. ഇപ്പോൾ ഫൈൻഡിങ് ട്രിപ്സ് ഉണ്ട്. നേരത്തെ ഒരു 2-3 മിനിറ്റ് ആയിട്ട് ഓൺലൈൻ ട്രിപ്പ് മാത്രം വേണ്ട, UR ഓൺലൈനിൽ നിന്ന് മാത്രമാണ് അടിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. ഇപ്പോൾ ഫൈൻഡിങ് ട്രിപ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ 360 ക്യാമറ നമുക്ക് ഓണാക്കി വെക്കാം കേട്ടോ. പിന്നെ കസ്റ്റമറിൻ്റെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ 360 ക്യാമറ മേടിച്ചത് സത്യത്തിൽ. പക്ഷെ കുറച്ച് കമൻസ് ഒക്കെ വന്നായിരുന്നു, അത് വേണ്ട ബ്രോ, അതിന് ബാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നായിരുന്നു. അതിനെ പ്രമാണിച്ച് ഞാനിനി കസ്റ്റമേഴ്സിൻ്റെ അതൊന്നും കാണിക്കാനുള്ള, ഞാൻ ബ്ലറായിട്ട് ആക്കിയിട്ടൊക്കെയാണ് ഞാൻ കാണിച്ചത്. അത് നമുക്ക് അത്യാവശ്യം യൂസ്ഫുള്ളായിട്ടുള്ള മെസ്സേജ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ആരെയും കുറ്റം പറയാനും ഒന്നും ഇല്ല അതിൽ ശരിക്കും. പക്ഷെ എന്നാലും ചിലവർക്ക് കുറച്ച് അഡ്വൈസൊക്കെ തന്നായിരുന്നു, ചിലവർ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാനത് ഇനി ചെയ്യണില്ല. കസ്റ്റമർ നമുക്ക് റിയാക്ഷൻ എടുക്കണ്ട. ഞാൻ അവരുടെ അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടത്. പക്ഷെ ചിലവർക്ക് അത് അങ്ങോട്ട് ദഹിക്കണില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സീനായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ വിഷ്വൽസ് മാക്സിമം എടുക്കാം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇനി 360 ഉപയോഗിക്കാൻ വേണ്ടി പോണേട്ടാ. ശനിയാഴ്ച എങ്ങനെയുണ്ട് ഓട്ടോ ഉണ്ടാകുന്നൊക്കെ നമുക്കൊന്ന് നോക്കാട്ടാ. 1 റിക്വസ്റ്റ് മാച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ടാ. ഇപ്പോൾ റഡാർ സിസ്റ്റം ആയതുകൊണ്ട് ഇങ്ങനത്തെ സീനൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ 10 പേർക്ക് ഒറ്റയടിക്ക് ട്രിപ്പ് പോകും. അതിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ട്രിപ്പ് അവരെ ആക്സെപ്റ്റ് ചെയ്തില്ല. ഒരു ട്രിപ്പ് വന്നതാണ് ഇപ്പോൾ, അത് ക്യാൻസലായി പോയി. ഇപ്പോൾ ട്രിപ്പ് വന്നിട്ടുണ്ട്.
ക്യാൻസലായി പോണെയാണ്. റഡാർ സിസ്റ്റം വളരെയധികം ഉപകാരപ്പെട്ട ഒരു സിസ്റ്റമായി മാറിയിരിക്കുന്നത്. 8ന്റെ പണിയാണ് എല്ലാ ഡ്രൈവർമാർക്കും കിട്ടിയേക്കുന്നത്. ഇപ്പോൾ വന്ന ട്രിപ്പ് തോപ്പുംപടി ഭാഗത്തു നിന്ന് എങ്ങാണ്ടാണ് വന്നത്. അപ്പോൾ ഈ തോപ്പുംപടി ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ആരാണ് അവർക്ക് ആ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, ലോട്ടറി അടിച്ചിട്ടുണ്ട്. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല ട്രിപ്പ് വരണവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. എയർപോർട്ടിലേക്ക് ഒരു ഓട്ടം വന്നു ഗൈസ്. 2 പ്രാവശ്യമായിട്ട് ആ ഓട്ടം വന്നത്. ഞാൻ മാച്ചിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടണമല്ല ഓട്ടം. എന്താ സംഭവിക്കണമെന്ന് അറിയില്ലട്ടാ. വേറെ ഡ്രൈവർമാർക്ക് പോയിന്നാ തോന്നുന്നത്. 2 പ്രാവശ്യം ആ സെയിം ഓട്ടം വന്നു. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം 2ാമത്തെ പ്രാവശ്യം ഞാൻ നെക്കി, പക്ഷെ കിട്ടിയില്ല, പോയി ഗൈസ്. 3ാമത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടാ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ് ഇത് കാണിച്ചേക്കണത്. അയ്യോ, ഞാൻ നിൽക്കണത് മട്ടാഞ്ചേരിയിൽ, ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് വില്ലിംഗ്ടൺ ഐലൻഡിൽ. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും പുള്ളി ക്യാൻസലാക്കോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. ഒന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ്. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, കാസിനോ ഹോട്ടലിലാണ്, ഐലൻഡിലാണ്. അപ്പോൾ അവർ പറഞ്ഞ എൻ്റെ അടുത്ത് വന്നോ കുഴപ്പമില്ല, 15 മിനിറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ എത്താൻ. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവരെ പോയി പിക്ക് ചെയ്യടാ ഗൈസ്. 10:44 ഞാൻ എയർപോർട്ടിൽ എത്തിയിടാ. ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം, അല്ലെങ്കിൽ ടോളിൻ്റെ പൈസ കൂടും. ആദ്യം ഞാൻ ഈ കസ്റ്റമറെ എവിടെ നിന്നാണ് പിക്ക് ചെയ്തതെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതാണ് കൊച്ചി, അത് വൈപ്പിൻ, മനസ്സിലായോ? ഈ ജിഞ്ചർ ഹൗസ് റെസ്റ്റോറൻ്റ് ആണ്ടാ, ജൂ ടൗൺ. ഈ റോട്ടിലാണ് ഞാൻ വന്ന് നിന്നേ ചേട്ടാ. ഈ റോട്ടിൽ നിന്ന് എനിക്ക് എവിടെ നിന്നാണ് അടി വന്നതെന്നറിയോ? ഇവിടെ നിന്ന്, അതായത് ഇപ്പുറത്തെ കരയിൽ നിന്നാണ് എനിക്ക് ഈ എയർപോർട്ടിലേക്കുള്ള ഓട്ടം വന്നത്. ബ്രിസ്റ്റോ റോഡ്, അതായത് നേവൽ ബേസാണത്. ഐലൻഡ് എന്ന് പറയും, വില്ലിംഗ്ടൺ ഐലൻഡ്. ഇവിടെ നിന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് ഓട്ടം വന്നു. അപ്പോൾ പക്ഷേ വഴിയില്ല ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ള പാലം കാര്യങ്ങളൊന്നുമില്ല. ഒന്നേ ഉള്ള ഓപ്ഷൻ ഈ പാലം വഴി പോവാം, മനസ്സിലായ? ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ തോപ്പുംപടി ബ്രിഡ്ജ് വഴി കയറി ഇപ്പുറത്തെത്തണം. ഞാനപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ കസ്റ്റമറെ വിളിച്ച് ഞാൻ പറഞ്ഞ് ഇവിടെ കാസിനോ ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൽ നിന്നാണ് എയർപോർട്ടിലേക്കുള്ള ഓട്ടം കിട്ടിയത്. കസ്റ്റമർ വിളിച്ച് പറഞ്ഞ് ഒരു പെണ്ണാണ് എടുത്തത്. പെണ്ണ് അത് മുട്ടം വിറ്റാണ്ടാ, ആ കഥ ഞാൻ പറഞ്ഞുതരാം. ആ പെണ്ണ് വിളിച്ച് എടുത്ത്, അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് 15 മിനിറ്റ് പിടിക്കും വരാൻ വേണ്ടി, ഡിക്കി സ്പേസ് കുറവാണ്, അപ്പോൾ ഞാൻ വരണോ വേണ്ടേന്ന് ഞാൻ വിളിച്ചധികം കൺഫേം ചെയ്തപ്പോൾ അവർ പറഞ്ഞ് വന്നോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഡിക്കി ബാക്കിൽ വെച്ചാൽ മതി, ചെറിയതല്ലേ, ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണ് കയറി ഫ്രണ്ടിൽ ഇരുന്നിട്ടാ. ഞാൻ ഇതുവരെ ആ പെണ്ണിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടില്ലടാ. മീൻസ് സാരി ഉടുത്ത് നിൽക്കണ ഒരു പെണ്ണെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ലാസ്റ്റ് ഈ പുള്ളിക്കാരത്തി വന്ന് ഇവിടെ ഇരുന്ന് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് എയർപോർട്ടിലേക്ക് എത്ര മിനിറ്റ് പിടിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടക്ക്. ഇത്തിരി ഗാംഭീര്യമുള്ള സൗണ്ടാണ്ടാ. ഞാനപ്പോൾ പറഞ്ഞ് 1.25 മണിക്കൂർ കാണിക്കുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോവാം. എന്നിട്ട് ഞാൻ മുഖത്തോട്ട് ഞാൻ നോക്കിയിട്ടില്ലടാ പെണ്ണിൻ്റെ. ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ. അത് മുട്ടം വിറ്റാണ് കേസ്. കുറച്ചു നേരം കഴിഞ്ഞ് പോയി എൻ്റെ പേര് ചോദിച്ച് കഥ പറഞ്ഞ് അടിപൊളി. അപ്പം ഭയങ്കര കമ്പനി ആയിട്ടാ. ലാസ്റ്റ് ഞാൻ ഗിയർ ഇങ്ങനെ പിടിച്ചേക്കണേണ്. അപ്പോൾ ഗിയർ പിടിച്ചിട്ട് പറഞ്ഞു ഗിയറൊക്കെ കൊള്ളാല്ലാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചൊരു തട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഗൈസ് സാരി ഉടുത്ത് മീശയുള്ള ഒരു പെണ്ണായിരുന്നു കയറി ഇരുന്നേച്ചത്. എൻ്റെ കിളി പോയി ഗൈസ്. പിന്നെ ദൈവമേ എന്നെ കത്തോളി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വിടലായിരുന്നു. എയർപോർട്ട് എത്തിയത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്, എല്ലാം പടപടേന്നായിരുന്നു. എന്തായാലും 1 മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ എത്തിച്ചിട്ട് അവിടെ നിന്ന് 1.5 മണിക്കൂർ കാണിച്ച സമയത്ത് ഞാൻ 1 മണിക്കൂർ കൊണ്ട് തന്നെ സാരി ഉടുത്ത് മീശയുള്ള ചേച്ചീനെ ഞാൻ എത്തിച്ചു ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സംസാരം. പക്ഷെ ഞാനൊന്ന് നൈസായിട്ടൊന്ന് പേടിച്ചു പോയി. വല്ലാത്തൊരു അനുഭവമായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ എയർപോർട്ടിൻ്റെ ദേശാരവണ ഭവൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടേക്കണേടാ. ഇനി ഇവിടെ നിന്ന് എപ്പോൾ എനിക്ക് ട്രിപ്പ് കിട്ടുമെന്ന് അറിയില്ല. ഇഷ്ടംപോലെ വണ്ടികൾ കുറേ കിടക്കണുണ്ട്. X3 എൻ്റെ വീഡിയോ ഉണ്ട് ഗൈസ്, പക്ഷെ ഞാനത് പബ്ലിഷ് ചെയ്യണത് ശരിയല്ല ഗൈസ്. ഷോ കൊല്ലും, അവർക്കും സീനാകും. അതൊക്കെ ചെയ്യണത് എൻ്റെ ഇതിനാണ്. ഞാൻ X3 മാക്സിമം ഞാൻ യൂസ് ചെയ്യണില്ല. നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് എത്ര രൂപ കിട്ടുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞ് അങ്ങോട്ട് പോയാൽ പോരെ, അതല്ല നല്ലത്. വെറുതെ X3 ക്യാമറ മേടിച്ചതാണ്, അത് രസമില്ല.
അങ്ങനെയൊക്കെ എല്ലാം എടുത്ത് ഇടുമ്പോൾ ആൾക്കാർക്ക് ശോകമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വൈബിൽ തന്നെ അങ്ങോട്ട് പോകാം ഗൈസ്. ഞാൻ എയർപോർട്ടിൻ്റെ സൈഡിലുള്ള പെട്രോൾ പമ്പിൽ വന്നിട്ട് അവിടെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റും. യൂറിൻ പാസ് ചെയ്തിട്ട് ഇരിക്കുക. എന്തായാലും ബോസ്റ്റാണ്. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ കയറിയത്. നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ, നമ്മൊരു ലേഡിയാണ് അടുത്തിരിക്കണേ എന്നുള്ള ഒരു അതാണ് മനസ്സിലായ. പെട്ടെന്ന് നമ്മ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മുടെ കൈയുടെ മേലിൽ കയറി ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഞാനപ്പോ തിരിച്ചു നോക്കിയപ്പോ ദൈവമേ മീശ വെച്ചേക്കണ്. മീശ വെച്ച പെണ്ണോ. പെട്ടെന്ന് നമ്മുടെ കിളി പോകൂലേ അതേപോലത്തെ സീനായിരുന്നു എൻ്റെ. പിന്നെ ഒന്നും നോക്കില്ല, വെച്ചടിച്ച് വിട്ട് എയർപോർട്ടിലെത്തി ഞാൻ. എയർപോർട്ടിൽ ട്രിപ്പ് വരുമ്പേ ഈ പാർക്കിംഗ് ലോട്ടുണ്ട്. അതായത് എന്താ, എയർപോർട്ടിൽ ഊബർ ഒരു സ്ഥലം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഇതിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ മിസ്സാവും. ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് പോയിരുന്നത് ഈ റോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ മെസ്സേജ് എനിക്ക് വന്നത് ഊബറിൻ്റെ സൈഡിൽ നിന്ന്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഫൈൻഡിങ് ട്രിപ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ആ ക്യൂവിൽ നിന്ന് ഞാൻ മിസ്സായി പോയാന്ന് എനിക്കറിയില്ലട്ടാ. എന്തായാലും നമുക്കിത് ഇന്നത്തെ ഒരു വീഡിയോയിൽ എത്ര നേരം നമ്മൾ പോസ്റ്റ് അടിക്കണുണ്ടെന്ന് നമുക്ക് നോക്കാട്ടോ. ഇവിടെ കിടക്കണ വണ്ടികളെല്ലാം നമ്മുടെ ഈ ചേട്ടൻ, സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പുറത്താക്കിയിട്ടാ. സീനായി എന്താ, പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാ വണ്ടികളും പുറത്താക്കണേട്ടാ. ഞാനും മാറ്റിയിട്ടേക്കട്ടെ. കുറച്ച് വെള്ളവും കൂടി കുടിച്ചിട്ട് പോവാട്ടാ. വെള്ളം ഇല്ല ഇതിൽ, വെള്ളം കൂടി ഫില്ല് ചെയ്യട്ടെ. എയർപോർട്ടിൽ വരുമ്പോൾ ആ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചേട്ടൻ നിൽക്കും. ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ എപ്പോഴും എടുക്കാറുണ്ട് ഒരു ലോട്ടറി. നമുക്ക് ഒരു ലോട്ടറിയും കൂടി എടുത്തിട്ട് പോവാട്ടാ. നമ്മുടെ ചേട്ടനെ ഒരു ലോട്ടറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേരെന്താ? സാജു ചേട്ടനെ നിന്നാണ്ടാ ലോട്ടറി എടുക്കണത്. ഞാൻ ഇപ്പം 3ാമത്തെ പ്രാവശ്യം ചേട്ടനെ നിന്ന് എടുക്കണത്. ഇതാ സാജു കോടനാട്. അതെ, വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ വരും. അപ്പൊ നമ്മ എയർപോർട്ട് വരുമ്പോ നമ്മുടെ സാജു ചേട്ടനായിന്ന് എല്ലാ ടാക്സിക്കാരും ഒരു ലോട്ടറി എടുത്തേക്കിട്ടാ. ഓക്കെ അല്ലേ? അതെ, ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ നമ്മുടെ ചേട്ടൻ. ഓർക്കുക വല്ലപ്പോഴും. താങ്ക്സ് ചേട്ടാ. ഇത് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ നിന്ന് മാറി നമ്മുടെ റൺവേയുടെ ബാക്ക് സൈഡില്ലേ, അതായത് ഫ്ലൈറ്റ് പൊങ്ങണേ താഴെ സ്ഥലം, അവിടെ വന്ന് നിൽക്കണ്ടിടാ. ഞാൻ ഈ സ്ഥലത്ത് വരണമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ സമയം പോയിട്ടാ. ലാൻഡിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിശ്വാസം. റൺവേ എവിടെയായിട്ടാണ്? ആ സൈഡാണെന്ന് തോന്നണം അല്ലേ? അത് നമുക്ക് നോക്കാട്ടാ. ഫ്ലൈറ്റ് വല്ലതും പൊങ്ങുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ ഇരിക്കാം. എന്തായാലും എത്ര നേരം പിടിക്കും? അയ്യോ, നമ്മ പുറത്താണ് ഗൈസ്. ഈസി നോക്കിയേ, നമ്മ പുറത്തായി. അപ്പം അകത്തോട്ട് തന്നെ കയറട്ടെ, അല്ലെങ്കിൽ സീന ഇവിടെ കിട്ടൂല ട്രിപ്പ്. റോഡിലൊക്കെ ട്രിപ്പായിട്ട് വരുമ്പോൾ എന്ത് കഷ്ടപ്പാടാണല്ലേ. ഇതുണ്ട ചുറ്റും നോ പാർക്കിംഗ് ബോർഡ്. എവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട്? ഒരു വണ്ടിയില്ല, വണ്ടിയുടെ സ്ഥലമില്ല. എല്ലാവരും കുത്തി കയറ്റിട്ടേക്കണേ. ഓൺലൈൻ ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണോട്ടോ. ഞാൻ സത്യത്തിൽ ഇവിടെ നിൽക്കാറില്ല. എനിക്ക് വെറുതെ പ്രാന്ത് പിടിക്കും. 3 മണിക്കൂറൊക്കെ പോസ്റ്റ് ആവുമെന്നൊക്കെയാണ് പലരും പറയണത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാന്താവും. നമ്മളിപ്പോൾ വന്നിട്ട് 11:26 ഇതിൽ സമ്പാദിച്ചേക്കണെന്ന് പറഞ്ഞാൽ 850 രൂപയാണ് എനിക്ക് ഊബർ തന്നേക്കണേട്ടാ. ഇനി പോകുമ്പോൾ വല്ല ട്രിപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ലക്കാണ്. അതിനി ട്രിപ്പ് കിട്ടോ ഇല്ല എന്നൊന്നും അറിയില്ല. മാക്സിമം നമുക്ക് ട്രിപ്പ് എടുത്തോണ്ട് പോവാട്ടോ. അപ്പോൾ അത് 11:26 സമയം. എന്തായാലും പോസ്റ്റ് അടിച്ചിരിക്കുക. അതേ ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ നോ പാർക്കിംഗ് ബോർഡൊക്കെ കാണിക്കണതാണ് പലതും പല സ്ഥലത്തും. എല്ലാ വണ്ടികളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നു. എന്താ ചെയ്യുക, മഴയുണ്ട് വെയിലുണ്ട്. നമ്മുടെ സാജു ചേട്ടൻ അവിടെ കൊടയം പിടിച്ച് നിന്ന് ലോട്ടറി വിൽക്കുന്നു. അങ്ങനെ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു. എന്തായാലും സാജു ചേട്ടൻ എന്തേ ലോട്ടറി തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നല്ല നമ്പർ നോക്കി താഴേട്ടാന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ 58-35 തന്നേക്കണത്. എന്തായാലും അടിക്കണമെങ്കിൽ അടിക്കട്ടെ. നമുക്ക് എന്തായാലും ഒരെണ്ണം എടുത്തേക്കാം. പാവങ്ങളെ നമുക്ക് സഹായിക്കാം അടിക്കണമെങ്കിൽ. എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ടർബോ മേടിച്ച പേഴ്സാണ് ഇന്നലെ. ഞാൻ ഐസായിട്ട് അടിച്ചു മാറ്റി. എൻ്റെ തല വെട്ടിയിരിക്കേണ്ടതിൽ എൻ്റെ ഫോട്ടം. തണലില്ലാത്ത സ്ഥലത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. വെയിലടിച്ച് കഴിഞ്ഞാൽ ഇടങ്ങിയാറാണ്. നമ്മുടെ ചേട്ടൻ വണ്ടിയൊക്കെ തുടക്കുന്നുണ്ട്. അയ്യോ, തോട്ടി പോയടാ. തുണി തോട്ടിലോട്ട് പോയി. ഷിറ്റ്.
മഴ പെയ്ത് കഴിഞ്ഞാലേ ഈ സൈഡ് കണ്ട, ഈ സൈഡ് ഇങ്ങനെ ഒരു കറ പോലെ വന്ന് നിൽക്കും. കണ്ട ഇവിടെ കണ്ട, അതപ്പം തന്നെ തുടച്ച് കളയണം, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വീണ പാട് പോലെ വരും ഈ സൈഡിലൊക്കെ. അങ്ങനെ കുറച്ച് സീനുണ്ട്, അതാണ് ആ ചേട്ടൻ തുടച്ച് കളയണത്. നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയിൽ ഈ എമർജൻസിയുടെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടാ. പുള്ളി ഇപ്പോൾ വന്ന് സംസാരിച്ച് സിസ്റ്റം ഏതാണെന്ന് ചോദിക്കണേണ്. 7 മണിക്ക് 2-3 പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ അത് എന്താണ് നോക്കിട്ടെ നോക്കണം. 7 മണിക്ക് എത്തിയിട്ട് ഇപ്പൊ 11:37 ആയല്ലേ. എന്റെ വീട് പള്ളുരുത്തിയില്ല. റെക്കോർഡ് ചെയ്യാൻ ഫേസ് ഒന്നും എടുത്തിട്ടില്ല, ഡോണ്ട് വറി. പ്രൈവറ്റ് ആണ്, ഫേസ് ഒന്നും എടുത്തില്ല. ഞാൻ പള്ളുരുത്തി നമ്പിയാമര റോഡിലാണ്. നമ്മുടെ ഇക്ക 11:37 ആയിട്ടാ 7 മണിക്ക് വന്നതാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ചോട്ടെ അവസ്ഥ. അപ്പൊ ഇവിടെ നിക്കാതിരിക്കണേ നല്ലത് ഗൈസ്. നമുക്ക് എന്തായാലും തിരിച്ചു പോകാം ഗൈസ്. ആ ചേട്ടൻ വണ്ടിയിൽ കയറിയിരുന്ന് നമ്മുടെ സിസ്റ്റം സ്പീക്കറിനെ പറ്റിയും സീറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ. പുള്ളി രാവിലെ 5 മണിക്ക് വന്നതാണ്. പുള്ളി ഇപ്പം സമയം 11:45. പുള്ളിക്ക് ഇതുവരെ ട്രിപ്പ് കിട്ടിയിട്ടില്ല. പുള്ളി പറയണത് 3-4 ദിവസമായി ഞാൻ ഇതേപോലെ എയർപോർട്ട് ട്രിപ്പ് എടുത്തിട്ട് വന്നത്, തിരിച്ചൊന്നും ഇതുവരെ കിട്ടണില്ല എന്നാണ് പറയണത്. എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ എന്നൊക്കെ പറയണം. കുറേ വണ്ടികൾ കിടക്കണുണ്ട്, എന്താ സംഭവിക്കണത്, ഇനി നമ്മുടെ വണ്ടിക്ക് മാത്രം ട്രിപ്പ് കിട്ടാത്തതാണോ എന്നൊക്കെ ഉള്ള ചോദ്യചിഹ്നത്തിലിരിക്കണേണ്ട പുള്ളി വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടടാ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ പുള്ളി. അങ്ങനെ ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതും കേട്ടപ്പോൾ മനസ്സൊന്നും മടുത്തു ഗൈസ്. കാരണം വെറുതെ നമ്മൾ ഈ നല്ല ചൂടുണ്ട് പുറത്ത്, ഇടയ്ക്ക് മഴ പെയ്യുമെന്നുണ്ടെങ്കിലും നല്ല ചൂടുണ്ട് പുറത്ത്. അപ്പോൾ തണലത്ത് ഇടാനും സ്ഥലമില്ല. വല്ലാത്തൊരു അവസ്ഥയുണ്ട് ശരിക്കും ഈ ഓൺലൈൻ ഡ്രൈവേഴ്സിൻ്റെ അവസ്ഥ. ഞാൻ ഈ പോസ്റ്റ് അടിച്ച് കിടക്കണ അവസ്ഥയാണ് ഈ എയർപോർട്ടിലോട്ട് ട്രിപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടം വരെ വന്ന് തിരിച്ചൊരു ട്രിപ്പിന് വേണ്ടി കാത്തു കെട്ടി കിടക്കണ എത്ര ഡ്രൈവർമാരുണ്ടെന്നറിയോ. വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഉണ്ടാവും ശരിക്കും. അവരുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കണം തിരിച്ചൊരു ട്രിപ്പ് കിട്ടണവരെ. ശരിക്കും പറഞ്ഞാൽ അത്രയും ക്ഷമയുള്ളവർ മാത്രമേ നിൽക്കുള്ളൂ എന്ന് എനിക്ക് തോന്നണേട്ടാ. അല്ലെങ്കിൽ പുല്ലെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് ഇവിടെ നിന്ന് പോവും. സത്യത്തിൽ എനിക്ക് അത്രത്തിന് വേണ്ടിയുള്ള ക്ഷമയില്ല. ഞാനൊന്ന് വിചാരിച്ചത് നമുക്ക് എപ്പോഴാണ് ഇനിയൊരു ട്രിപ്പ് കിട്ടണേന്ന് നോക്കി ഇങ്ങനെ ഇരിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് കണ്ടോ, ഈ വെയിലും കൊണ്ട് അല്ലെങ്കിൽ ഈ ഗ്യാസ് കത്തിച്ച് തീർക്കണം, AC ഓണാക്കിയിട്ട്. അത്രയും വലിയ ഗതി കിട്ടാവന്മാർ ഉണ്ടാവോ എനിക്കറിയില്ലട്ടാ ഗൈസ്. വല്ലാത്തൊരു അവസ്ഥയാണ്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് തിരിച്ചൊരു ട്രിപ്പ് കിട്ടുമ്പോഴുള്ള സുഖം അതെന്തായിരിക്കും എന്ന് എനിക്കറിയില്ലട്ടാ. ഞാൻ 3ാമത്തെ ട്രിപ്പാണ് ശരിക്കും ഊബർ ഓടാൻ തുടങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് വന്നത്. ആദ്യത്തെ ട്രിപ്പ് ഞാൻ കാലിക്ക് തന്നെ തിരിച്ചു പോയി. 2ാമത്തെ ട്രിപ്പ് കസ്റ്റമറെ ഡ്രോപ്പ് അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒലയിൽ ഒരു അടി വന്നേക്കണം. അതെന്തോ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയം കൊണ്ടായിരുന്നു. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കസ്റ്റമർ ഇറങ്ങി പോകുന്നു, കസ്റ്റമർ കയറുന്നു. അങ്ങനത്തെ ഒരു ഭാഗ്യം. അത് എടപ്പള്ളിയിലോട്ട് തന്നെ. എനിക്കതിൽ അങ്ങനെ ഒരു ലക്കുണ്ടായി. പിന്നെ അതേ 3ാമത് വന്നേക്കണേ ഇപ്പോഴാണ്. ഒരു രക്ഷയില്ല. ഇപ്പോൾ വന്നിട്ട് ഞാൻ 1 മണിക്കൂറായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു 5 മണിക്ക് വന്ന ആളാണ് അവിടെ നിൽക്കണത്. പിന്നെ ഒലയിൽ ഇങ്ങനെ ഒരു ടോക്കൺ നമ്പറൊക്കെ വരും, അത് ചില സമയത്ത് അടിച്ചെന്നൊക്കെയാണ് പുള്ളി പറയണത്. അപ്പോൾ അതും കൂടി കേട്ടാൽ ഞാൻ മനസ്സും അടുത്ത്. നമുക്ക് എന്തായാലും ഇനി വെയിലും കൊണ്ട് ഇവിടെ ഇരുന്ന് വെറുതെ നശിനെ കിടന്നല്ലേ, നമുക്ക് ആലുവ സൈഡിലോട്ട് പോയാലോ എന്നാണ് എൻ്റെ ചിന്ത. തലയൊക്കെ വേർക്കാൻ തുടങ്ങി. ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥ. ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ അനുഭവിച്ചറിയണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. സത്യത്തിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ട്രിപ്പ് ഒരെണ്ണം വന്ന് കഴിയുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അവരുടെ മുഖത്തുനിന്നാണ് ഞാൻ ആലോചിക്കണം ശരിക്കും പറഞ്ഞാൽ. ശരിയാണ്ടോ, നമ്മൾ ഇത്രയും കാത്തു കെട്ടി കിടന്നിട്ട് പെട്ടെന്നൊരു ട്രിപ്പ് വരുമ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സന്തോഷ മൊമെൻ്റ് ആയിരിക്കും. എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഓട്ടം കിട്ടുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സമയം കളയട്ടെ, നമുക്ക് ആലുവയിലേക്ക് പോവാം. കുറച്ച് CNG കത്തട്ടെ, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ്. ഞാൻ കാലി അടിച്ച് ആലുവയിൽ എത്തിയിട്ടാ. ആലുവയിൽ വന്നിട്ട് ഞാൻ എപ്പോഴും ഈ ഒരു കട കണ്ട CNG പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ ഞാൻ എപ്പോഴും വരും കേട്ടോ, ഒരു സർബത്ത് കുടിക്കാൻ. നമുക്ക് സർബത്ത് കുടിക്കാം ഗൈസ്. ഇത് മരിച്ചെന്നിരിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് ഉണ്ടാ, അവിടെ നമുക്ക് സർബത്തൊക്കെ കുടിക്കുകയും ഇവിടെ ഇരിക്കാം. ഏതാ സ്ഥലത്തിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കട ലക്ഷ്യം വെച്ച് ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. 12:16 ഇവിടെ നിന്നൊക്കെ ഓട്ടം കിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. എന്തായാലും നമുക്ക് ഒരു അടി തന്നെ വരെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു സർവത്തും കുടിച്ച് ഞാൻ നമ്മുടെ ആലുവയുടെയും കളമശ്ശേരിയുടെയും നടുക്കുള്ള നമ്മുടെ യൂസ്ഡ് കാർ ഷോറൂം ഉണ്ട്. ഫ്രീ പ്രൊമോഷൻ ഉണ്ടോ,
ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണേണ്ട. അതേ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ എങ്ങനെ ഇരിക്കണേണ്ട. ഇനി എപ്പോൾ അടി വരുമെന്ന് അറിയില്ല. നമുക്ക് ഓടിച്ച് CNG കത്തിച്ച് കളയണ്ട, ഇവിടെ എവിടെയെങ്കിലും കിടക്കാം. എപ്പോഴും പറയണ പോലെ ഈ ഒരു വർക്കിന് നമുക്ക് നല്ല റിലാക്സ് കിട്ടോട്ടോ. പോസ്റ്റോട് പോസ്റ്റാണ്. റിലാക്സ് മാത്രമേ കിട്ടുള്ളൂ. ഓട്ടോ ഉണ്ടെങ്കിൽ അടിപൊളി, ഓട്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ വന്ന് കിടക്കാം. അടുത്ത വണ്ടി കാലിക്ക് പോകും. സബാഷ്. നിങ്ങൾക്ക് ഇത് പാക്കേജ് രീതിയിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യട്ടോ. ഞാനിപ്പോൾ പല പ്ലാനിങ്ങിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണതാണ്. പഠിച്ച് വന്നോളൂ. അപ്പോൾ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണതാണ്. ഇപ്പോൾ കൊച്ചിയിൽ വന്നവർക്ക് സൈറ്റ് സീയിങ് എല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചി റൈഡറിനെ കോണ്ടാക്ട് ചെയ്തോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇതിലുണ്ട്. അതിൽ സെറ്റ് ചെയ്ത് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കൊച്ചി കറങ്ങണം, പിന്നെ നിങ്ങൾക്ക് ആലപ്പി പോകണം, പിന്നെ കൊച്ചി വന്നവർക്ക് അത്തിരപ്പള്ളി പോകണം, വാഴച്ചാൽ പോകണം. അങ്ങനെ എവിടെ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾ റെൻ്റ് എ കാർ വിത്ത് ഡ്രൈവർ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോ. എന്തായാലും ഇതേപോലെ റോട്ടിൽ വന്ന് കിടക്കേണ്ട അവസ്ഥ വരില്ലല്ലോ. അതാകുമ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്ത് ചില്ലടിച്ച് അങ്ങോട്ട് പോവാട്ടെ ഗൈസ്. അപ്പോൾ എൻ്റെ കോണ്ടാക്ട് ചെയ്യണ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ തരും, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഊബർ ജീവിതം ഇങ്ങനെ ഊബർ ജീവിതമാക്കി കളഞ്ഞ നമ്മൾ. അതായത് ട്രിപ്പ് ഉണ്ടെങ്കിൽ നല്ല രസമാണ്, കാരണം സെറ്റാണ്. ഞാൻ ഈ 3 ആപ്പ് ഓണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. യാത്രയും ഓലയൊക്കെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓട്ടം കുറവാണ് ഈ സമയത്തൊക്കെ. നമുക്കെന്തായാലും കാലിയടിച്ച് തിരിച്ച് പോണതിനെക്കാട്ടും നല്ലത് എവിടെന്നെങ്കിലും ഒരു ട്രിപ്പ് എടുത്ത് പോണേ നല്ലത്. എയർപോർട്ടിൽ നിന്ന് ആ ചേട്ടൻ പറഞ്ഞ കേട്ടിട്ടാണ് എനിക്ക് സങ്കടമായത്. 5 മണിക്കൂറായിട്ട് പുള്ളി അവിടെ നിൽക്കണേ ഒരു റിട്ടേൺ ട്രിപ്പ് കിട്ടാൻ വേണ്ടി. അങ്ങനെ 5 മണിക്കൂർ വെറുതെ പോസ്റ്റായി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ആലുവയിലേക്ക് വന്നത്. ആലുവയിൽ വന്നിട്ട് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഒരടി പോലും വന്നിട്ടില്ല. എന്തായാലും 1.5 മണിക്കൂറൊക്കെ പിടിക്കുമായിരിക്കും. പെട്ടെന്ന് തന്നെ കിട്ടിയൊന്നുമില്ല ട്രിപ്പൊന്നും. വെച്ചാൽ മതി, ഇതൊക്കെയാണ് അവസ്ഥ. സൈഡിൽ നമ്മൾ ഈ വണ്ടിയിൽ ഗ്ലാസ് തുറന്നിട്ടിരുന്നിട്ടുണ്ടെങ്കിലേ ഈ പൊടികളെല്ലാം ഉള്ളിൽ കയറി പിടിച്ച് സീനാവും. അപ്പോൾ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇപ്പം വന്നിട്ട് നമ്മ ഒരു മണിയായതണ്ട. ഇവിടെ നിന്ന് ഒരു അടി കിട്ടണില്ല ഗൈസ്. ചൂടാണെങ്കിൽ കൊടുക്കത്തെ ചൂടും. കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്ന് മറ്റേ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. രക്ഷയില്ല. കുറേ നേരം പുറത്തിറങ്ങി നിന്ന് ഇവിടെ തന്നെ ഇരിക്കണേ. ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ എടപ്പള്ളി എത്തും, കളമശ്ശേരി എത്തും, കളമശ്ശേരിയിൽ നിന്ന് എടപ്പള്ളി എത്തും, പിന്നെ കുറച്ചും കൂടി പോയാൽ വീടും എത്തും. എന്തൊരവസ്ഥയാണ് ഈ സമയത്തൊക്കെ. പിന്നെ ശോകമാണ്, ഓട്ടം ശോകമാണ്. പിന്നെ വൈകുന്നേരം വന്നവരെ കാത്തിരിക്കണം. പിന്നെ അല്ലെങ്കിൽ ആ ലുലുമാളിൻ്റെ എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരും ഓട്ടം കിട്ടാൻ. മാക്സിമം രാവിലെ തന്നെ ഇറങ്ങി ഓടാനുള്ള പരിപാടി നോക്കണം, എന്നാലേ നമുക്ക് ഫണ്ട് ഒപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ എയർപോർട്ടിലേക്കുള്ള ഓട്ടോ എടുക്കരുത്. എയർപോർട്ടിലേക്കുള്ള ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, വള്ളിയാണ്. തിരിച്ച് ഓട്ടം കിട്ടൂല. തിരിച്ച് ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് ഡ്രോപ്പ് അടിച്ച് ഇവിടം വരെ കാലിക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ആലുവ എത്തിക്കഴിയുമ്പോൾ ഈ സമയമൊക്കെ ആവും. അപ്പം ഒരിക്കലും എയർപോർട്ടിലേക്കുള്ള ഡ്രോപ്പ് എടുക്കരുത്. ഓഫ്ലൈനായിട്ടുള്ള പേഴ്സണൽ ട്രിപ്പ് മാത്രം എടുക്കാം. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എൻ്റെ വണ്ടി വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കട്ടാ, ഞാൻ നമ്പർ തരാം. കൊച്ചിയിലേക്ക് വന്ന് നിങ്ങൾ എയർപോർട്ടിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ. നമുക്ക് അടിച്ചു പൊളിച്ച് പോവാന്നേ. കുറച്ചു നേരം ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പോകണേണ്ട. ഞങ്ങൾ നടന്ന രശീല 12:59. കുറച്ചു നേരം കഴിഞ്ഞപ്പേ ഇവിടെ നട്ടുന്നൊരു രക്ഷയില്ല. അപ്പൊ സർവത്തേട്ടനോട് യാത്ര പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പോവാം. 3 മണിക്കാ ലോട്ടറി അടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വീട്ടിലോട്ട് കയറായിരുന്നു. പിന്നെ ഗൈസ് ഈ കുറെ നേരം വെയിലത്ത് നിന്നിട്ട് ഈ AC ഇട്ട് ഫുൾ AC ഇടുമ്പില്ലേ എന്ത് സുഖമാണെന്നറിയോ, രക്ഷയില്ല, അടിപൊളി. ഞാൻ എടപ്പള്ളിപ്പള്ളിയുടെ ഓപ്പോസിറ്റ് MAG മറ്റേ ഹോസ്പിറ്റലില്ലേ ആ സൈഡിലെത്തിയിട്ടാ. നമ്മൾ ഈ പാലത്തിന്റെ മേളിൽ 4 ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എത്തി നോക്കി കഴിഞ്ഞപ്പോൾ ആ സിഗ്നലിൻ്റെ അവിടെ ഷൂട്ടിംഗ് എന്ന് നടക്കണേടാ. നമുക്ക് അവിടം വരെ ഒന്ന് വെറുതെ പോയി നോക്കിയിട്ട് വരാം. ആ പാലത്തിന്റെ മേളിലാണ്ടാ ക്യാമറ ഉള്ളത്. ആ മരം നിൽക്കണോണ്ട് കാണാൻ പറ്റില്ല. ഈ സൈഡിൽ എവിടെയാണ് ഷൂട്ടിംഗ് ഉള്ളത് കണ്ടാ. റോട്ടിൽ കൂടി ഓടുന്ന സീനാണ്. അത് ആരാണാവോ? എന്താ സംഭവം എന്നറിയില്ലട്ടാ ഗൈസ്. എന്തോ ബമ്പം പരിപാടിയാണ്. ഫിലിം ഷൂട്ടിംഗ് ആണോ എന്താണെന്ന് അറിയില്ലടാ. ഡാൻസർ ഇല്ലേ, ഡാൻസർ അവനാണ് ആയിരിക്കണേടാ. റംസാൻ. അതന്നെ മറ്റേ കണ്ണട വെച്ച പുള്ളി ആരാണെന്ന് അറിയില്ലടാ.
റംസാനാണ് നിൽക്കുക. റംസാൻ ഇരിക്കണേണ്. ഇപ്പൊ ഡാൻസ് കളിക്കാൻ വന്നിരിക്കോടാ. എന്തെങ്കിലും ഫിലിമിന്റെ ഷൂട്ടിങ് എന്തെങ്കിലും ആയിരിക്കുള്ളൂ. ഞാൻ അതിന്റെ മേളിൽ 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. അത് കണ്ടപ്പോഴേ ഞാൻ വണ്ടി വളച്ചേട്ടാ. വല്ല ലാലേട്ടനായിരിക്കും എന്ന് വിചാരിച്ച് ഓടി വന്നതാണ്. പക്ഷെ മച്ചാനെ കാണാൻ പറ്റി, റംസാനെ കാണാൻ പറ്റി. നട്ടുച്ചക്ക് 1:40 ഇവിടെ കിടന്ന് ഭയങ്കര കുറെ പേരുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് വലിയ ക്യാമറ സെറ്റൊക്കെ ഇട്ട് പോകണണ്ട, നോക്കിക്കൊണ്ട് പോകണണ്ട. റോട്ടിൽ കൂടി ഓടണ സീൻ വല്ലതായിരിക്കും. പുള്ളിനെ മാത്രം കണ്ടിട്ട് പരിചയമുള്ളൂ കേട്ടോ, വേറെ നടന്മാരെയൊന്നും പരിചയമില്ല. നമ്മുടെ പരിപാടിയിലേക്ക് പോട്ടെ. 1:41 ഞാനിപ്പോൾ എടപ്പള്ളിയിലെത്തിയിട്ടാ. ഇനി ഇവിടെ എന്തായാലും പോസ്റ്റാണ്. റംസാൻ എന്താ ചെയ്യണേന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. ബ്ലോക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. അതിൻ്റെ ഇടയിലാണ്ട ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ എടപ്പള്ളി സിഗ്നൽ ലുലുമാളിലേക്ക് ഓപ്പോസിറ്റ് ലൈഫ് സ്റ്റൈലിലേക്ക് സൈഡിലായിട്ടാണ് ഈ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് 27-ാം തീയതിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലാലേട്ടനോ മമ്മൂക്കൊക്കെ ആണെങ്കിൽ ലോട്ടറി അടിച്ചില്ലേ, വീഡിയോയിൽ വരുത്താലോ എന്ന് വിചാരിച്ച് ഓടി വന്നതാണ്. നമുക്ക് റംസാനെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും കൊള്ളാട്ടോ, മച്ചാൻ പൊളിയാണ്. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അവര് പോയി. നമ്മക്ക് ഇവിടെ അടിപോലും മഞ്ഞില്ലല്ലോ ദൈവമേ. വെറുതെ കറങ്ങി അടിച്ച് നടക്കണേണ്ട, വെറുതെ CNG കത്തിച്ച് ഒരു രക്ഷയില്ല. എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് മാറി ഇപ്പം സമയം 2 മണിയായിട്ടാ. എയർപോർട്ടിലും പോസ്റ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ട്രിപ്പ് അടിച്ച് ഗൈസ്. ഞാൻ നെക്കി കഴിയുമ്പോൾ മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട് അത് പോണേണ്. ട്രിപ്പ് വന്ന് 2 എണ്ണം, നമുക്ക് എടുത്തു കഴിയുമ്പോൾ അത് പോണേണ്. അത് മാച്ചായിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോണേ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, മനസ്സിലായോ? ഇപ്പോൾ ഇതേ 2:10. ഇപ്പം ഞാൻ പാലാരിവട്ടം സ്റ്റേഡിയത്തിൻ്റെ പുറകിലുള്ള ആ റോഡിലാണ് നിൽക്കുന്നത്. എന്തായാലും നല്ല തൊലിഞ്ച ദിവസമാണെന്ന്, പെട്ടുപോയിട്ടുണ്ട്. പൊന്നെ പൊളിയല്ലേ. പേരെന്താ ബ്രോ? അജുവല്ലേ? ഓക്കെ, സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ അശോക് പഠിച്ചിരിക്കണേ ഫുഡ് അടിക്കാമെന്ന് വെച്ച് വന്നേടാ. നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാനാണ്ടാ ആ ഓട്ടോയിൽ വന്നത്. ഞാൻ ആദ്യം ഇങ്ങനെ എന്താ സംഭവം എന്നറിയുള്ള രീതിയിൽ നോക്കിയിട്ടാ. അച്ഛൻ നിങ്ങളെ ഞാൻ തപ്പി നടക്കണായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം സംസാരിച്ചിട്ടാ. ഞാൻ പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് കാലിയോടി ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞു. ഒരു ഓട്ടോ ഇല്ല. 11 മണിക്ക് എയർപോർട്ടിലെത്തിയതാണ്. ഇതുവരെ ഒരു ഓട്ടം കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് ഇവിടം വരെ എത്തിയതേ 2:30 മണി കഴിഞ്ഞ്. ഇതിലൊരു ട്രിപ്പ് പോലും വന്നില്ല. വെറുതെയാണ്, ശോകമാണ്. ശരിക്കും പറഞ്ഞാൽ 400 രൂപയുടെ CNG പോയിട്ടുണ്ട്. 1200 കിട്ടിയാൽ 400 രൂപ ഊബറിനും പോവും. 400 രൂപയാണ് എനിക്ക് കിട്ടിയേക്കണം സത്യത്തിൽ. 400 രൂപയുടെ CNG തീർന്നിട്ടുണ്ട് എന്തായാലും. വെറുതെ ഈ എയർപോർട്ടിൽ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ ചുറ്റുവട്ടത്ത് തന്നെ രാവിലെ എണീറ്റ് പോണേ നല്ലത്. ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞാനിപ്പോൾ പനമ്പള്ളിയാറിലാണ് നിൽക്കുന്നത്. ഈ സൊമാറ്റോയിലൊക്കെ അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്ന് തോന്നണ്ട എനിക്ക്. എങ്ങനെയാണെന്ന് അറിയില്ല. സൊമാറ്റോക്ക് ഓടണ ടീമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കട്ടാ. ഇനി കുറച്ച് ദിവസം സൊമാറ്റോ ഓടാന്ന് വിചാരിച്ചാണ്. വണ്ടി ഇരിക്കുന്നുണ്ട്. ഇത് വെറുതെ മരവിച്ചിരിക്കണേ ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോണേ. ഞാൻ നമ്മുടെ റിസോർട്ടിൽ പോയി അവിടെ പീസായിട്ടിരിക്കാൻ പോണേ, സമാധാനത്തോടെ ഇരിക്കാൻ പോണേ. ഒരു രക്ഷയില്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ ഗൈസ്. എങ്ങനെ ഓടണം? ഓട്ടോ മച്ചാൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓട്ടം കുറവാണ് ബ്രോ, ഭയങ്കര ഷോകണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓട്ടം കുറവാണ് സത്യത്തിൽ. അവസ്ഥ ഇതാണ്. ഇനിയിപ്പോൾ ഈ സമയത്തൊന്നും ഓട്ടം ഉണ്ടാവില്ല. ഒരു 4-4:30 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇനി ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. കാലി അടിച്ച് ഇവിടം വരെ വന്നു. 11 മണി തൊട്ട് 3 മണി വരെ ഓട്ടോ എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. അത് എറണാകുളത്ത് ഭയങ്കര ശോകമുണ്ടാവും ഇന്നത്തെ ദിവസം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേട്ടാ. ഇന്ന് ശോകം പിടിച്ച ദിവസമായിരുന്നു. വേറെ ഒന്നും കാണിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ചേച്ചിയുടെ കടയിലാണെങ്കിൽ തിരക്കാണ്. ബാക്ക് സൈഡിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഫുഡ് അടിക്കണം ശോകമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഫുഡ് അടിക്കണമല്ലോ, വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കട്ടെ. പിന്നെ നമ്മുടെ റിസോർട്ടും വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തായിട്ടാ. ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. അതിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. കൊച്ചി തന്നെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് വണ്ടി കറങ്ങാനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചി റൈഡറിന് ഉണ്ട്. പിന്നെ സെഡാൻ വണ്ടിയുണ്ട്, എർട്ടിക വണ്ടിയുണ്ട്. എല്ലാ ടൈപ്പ് വണ്ടികളും നമ്മുടെ അവൈലബിൾ ആണ്.
അപ്പോൾ മച്ചാമ്മരെ എന്നെ കോണ്ടാക്ട് ചെയ്തോ കറക്റ്റായിട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണതാണ്. നമുക്ക് കിട്ടിയേക്കണത് 868 രൂപയാണ്. അതിൽ 400 രൂപയുടെ CNG ഇപ്പോൾ പോവും. 400 രൂപ കിട്ടിയിട്ടുള്ളൂ ഇന്ന്. കയറി നല്ല ജെല്ലിക്കെട്ട് മന്തി അങ്ങോട്ട് കയറി കഴിച്ചിട്ടാ, ഒന്നും നോക്കിയില്ല, പൊളിച്ചിട്ട് നിന്നു. ഞാൻ റിസോർട്ടിൻ്റെ ഉൾവശമൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതും കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൊച്ചിയിൽ വരുമ്പോൾ ഇതേപോലെ സ്റ്റേയും ടാക്സിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടോ. റിസോർട്ട് ഞാനാണ് മാനേജ് ചെയ്യണത്. സോ നമുക്ക് നല്ല റേറ്റിലൊക്കെ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇന്നൊരു ഇടങ്ങേറ് പിടിച്ച ദിവസം ഉണ്ടോ? ഇത്ര നേരമായിട്ട് ഓൺലൈനാണ് സംഭവം. ഇതുവരെ ഒരു അടിപോലും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ലടാ. എന്തായാലും ആ മീശ വെച്ച ആ ചേച്ചി കയറിയ പിന്നെ ഒരു ഓട്ടം പോലും കിട്ടിയിട്ടില്ലടാ നമുക്ക്. കണ്ടകശനിയായിരുന്നു ശനിയാഴ്ചയായിട്ട്. കയറി വരുമ്പോൾ തന്നെ ഇതാണ്. പിന്നെ ഒരു വലിയ TV ഉണ്ട്, പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ പെയിൻറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടേക്കണേ. ഇതാ ഒരു റൂം, ഇത് വേറൊരു റൂം. പിന്നെ ഇതിൻ്റെ മേളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ 2 റൂംസ് അവൈലബിൾ ആണ്ടാ. ഈ റൂംസിൽ ഒരു 4 പേർക്ക് സൂപ്പറായിട്ട് കിടക്കാൻ പറ്റും. സെറ്റാണ്, ചുറ്റും കായലാണ്ടാ. പിന്നെ ഇത് വേറെ റൂം, വേറെ വൈബാക്കി ഇട്ടേക്കണേ, സെറ്റാണ്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങണ വശം എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. വേണ്ട, ചുറ്റും കായലാണ്ട, നല്ല പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കാട്ടാ. ഇനി ഇതിൻ്റെ മേളിലും കയറാട്ടാ, മേളിൽ കാണിച്ചു തരാട്ടെ ഞാൻ. ഈ സൈഡിൽ കൂടിയുള്ള വഴി കൂടി കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ വേണ്ട, സ്വർഗമാണ് ഇവിടെ, സ്വർഗം. ഇവിടെ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാം. ചുറ്റും കായലാണ്. വേണ്ട, ഇതൊക്കെ കെട്ടാണ്, മീനെ വളർത്തണം. അതാ അടിപൊളി. ആ സൈഡ് കൊണ്ട് ബീച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീച്ചിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ആ ഒരു ഏരിയ ഉണ്ടോ, അവിടെയാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ആ തുരുത്ത് എന്ന് പറയില്ലേ, ആ തുരുത്ത്. പിന്നെ ആ സൈഡിൽ പള്ളിത്തോട് ഷാപ്പ്, അവിടെ വേറെ ഷാപ്പ്, അങ്ങനെ ഷാപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ് ഇവിടെ. ഇതാണ് സ്ഥലം കേട്ടോ. അച്ഛന്മാരെ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ആയിക്കോട്ടെ. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം 6:11 ഇവിടെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. മറ്റന്നാൾ ഒരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. താഴ്ത്തി ഇതേപോലെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പോട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് കാറ് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഇതാ സംഭവം. പിന്നെ നിങ്ങൾ മീനൊക്കെ കഴിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കെട്ടിയിൽ നിന്ന് മീനൊക്കെ പിടിക്കാട്ടാ. മീനുകളൊക്കെ ഓടിച്ചാടി കിടക്കുന്നുണ്ടാവും കേട്ടോ. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. മീനൊക്കെ ഇടാം. വിലോപ്പിയൊക്കെയാണ്, വിലോപ്പി കരിമീനൊക്കെ ഉണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. വീട്ടിലോട്ടാണെങ്കിൽ വീട്ടിലോട്ടും കൊണ്ടുപോകും. ആ ചേട്ടനോട് പറഞ്ഞാൽ ആ ചേട്ടൻ വലയിട്ട് പിടിക്കുകയും ചെയ്തു, പിടിച്ചു തരും. അപ്പോൾ ചാമരെ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ ബൈ.